മിക്കവാറും നിന്റെ അച്ഛൻ തന്നെ നിന്റെ ജീവിതം ഇല്ലാതാക്കും. നിന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങേരും അങ്ങേരുടെ അമ്മയും കൂടി വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അതേ അച്ഛൻ തന്നെ നിന്നെയും ഉണ്ണിയെയും തമ്മിൽ വേർപിരിക്കുമെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇപ്പോഴും അതേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കല്ലേ? അങ്ങേര് കണ്ണനോട് പോയി ഞാൻ സത്യം പറയണമെന്നാ പറയുന്നത്. കണ്ണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും പറയുന്നുണ്ട്. ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയും ഒക്കെ അച്ഛനെ കാണാൻ പലതവണ ഹോസ്പിറ്റലിലേക്ക് വരാനിരുന്നതാ. അപ്പോഴൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞ് തടയുമായിരുന്നു. ഇന്നിപ്പോ ഡിസ്ചാർജ് ആയിന്ന് പറഞ്ഞപ്പോ രണ്ടാൾക്കും ഇവിടെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ നോർമൽ അല്ലാന്നൊക്കെ പറഞ്ഞ് ഞാനത് ഒഴിവാക്കായിരുന്നു. മോളെ, അവരെ ഒരു കാരണവശാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരരുത്. കൊണ്ടുവന്നു കഴിഞ്ഞാ ചിലപ്പോ നിനക്ക് നിന്റെ കെട്ടുതാലി പോലും നഷ്ടപ്പെട്ടെന്ന് വരാം. എനിക്ക് മാത്രമല്ലല്ലോ, അമ്മയുടെ മൂത്ത മോൾക്കും അത് ദോഷം ചെയ്യും. അവളാ ആ അപകടത്തിന്റെ ദൃക്സാക്ഷി. എന്നിട്ട് ഇതുവരെ അവളുടെ ഭർത്താവിനോട് പോലും അവൾ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. സത്യങ്ങൾ കമലേശ്വരത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം നിന്റെ അച്ഛന്റെ വായ മൂടിക്കെട്ടുന്നതാ നല്ലത്.